ഓൻ ചെറിയ മക്കളല്ലേ, ഓൽക്ക് ഉള്ള സ്വാതന്ത്ര്യം വേറെ ലോകത്താർക്കെങ്കിലും ഉണ്ടോ? അള്ളാഹു നല്ല ബർക്കത്ത് കിട്ടാൻ മോനിക്ക്. അങ്ങനെ പറയണം. വല്യാപ്പാൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അങ്ങനെ ഏത് സാഹസായാലും അത് മാനിക്കാന്നാണ് പറയുന്നത്. ചെറിയ മക്കളല്ലേ, ഓൽക്ക് നിയമങ്ങളില്ലല്ലോ, അവർക്കൊരു കുറ്റവും അതോട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ട പോലെ ഇനി കുറച്ച് കഴിഞ്ഞാൽ പറ്റുമോ? ഒന്നും പറയരുത് മക്കളോട്. മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരു സഹാബി മുത്ത് റസൂലുള്ളാഹിനെ വരി കൊണ്ടുപോയി. അല്ലോ, കുട്ടികളോടുള്ള ബന്ധത്തിൽ തങ്ങളെ പോലെ നമുക്ക് മനസ്സിലായ ഒരാളുണ്ടാവില്ല. അപ്പോൾ ആ കുട്ടീനൊക്കെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി നിർത്തിയാൽ ചെന്ന് നോക്കുമ്പോൾ മണ്ണിൽ ഒക്കെ പുരണ്ട് ശരിയാക്കിയിരിക്കും. അതിൽ വാപ്പ ഏറ്റവും ഒന്നതിനെ കുറിച്ച് ചെറിയ മക്കളെ തെല്ലാൻ പാടില്ല. 7 വയസ്സ് 10 വയസ്സിന് മുമ്പ് തെല്ലാൻ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സമ്മതിക്കൂല. 7 വയസ്സിന് മുമ്പ് അതിനെ ഇടങ്ങറാക്കാനും പാടില്ല. ആ ഇഫുലും ഈ ഇഫുലും കൊടുത്തിട്ട് അതിൻ്റെ മെമ്മറി കേടെടുത്തിട്ട് 40 വയസ്സാകുമ്പോഴത്തേന് അത് മന്ദനാവും ഉറപ്പാണ്. 1 വയസ്സാകുമ്പോൾ തന്നെ ഒന്നായിട്ട് കയറ്റി കൊടുക്കണം. ആ ദിക്റും ആ വണ്ടി കയറുമ്പോൾ ഇറങ്ങുമ്പോൾ കുട്ടികളെ നല്ല പോലെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു ബിമുഖ്രിനീൻ. അതിങ്ങോട്ട് കേൾക്കുമ്പോൾ ബാപ്പ അങ്ങോട്ട് പൊളക്കുക. ഇപ്പം അങ്ങോട്ട് എത്തിയതാ മുമ്പ് എല്ലിട്ടാ പോചങ്ങയോട്. ഈ പൈതം മക്കൾക്ക് ഈ മെമ്മറി മക്കള് ഹയൂലാനി ഹക്കല് ബിൽ മലക്ക അക്കല് ബിൽ ഫീലാണ്ട് ഗ്രീക്കില് ഒരു ചർച്ചയുണ്ട്. അത് ലീക്കായ ചർച്ചയില്ല, ലോകം അംഗീകരിക്കുന്ന ചർച്ചയാണ്. അപ്പൊ അക്കല് ഹയൂലാനിയായ മക്കൾക്ക് ഇതൊക്കെ കൂടി കയറ്റി കൊടുക്കുക. ഇന്തിലാമിൽ ഒന്നും കയറ്റി കൊടുക്കരുത്. കാരണം ഒരു 2 അക്ഷരങ്ങൾ കുട്ടികളെ ചെറുപ്പത്തിൽ ഒരു ചോറ് കൊടുത്താല് ചോറ് എന്ന് അറിയില്ല, മാമു, അത് മാമു എന്നല്ലടാ ചോറ് എന്ന് പറയരുത്. നമ്മൾ ആപ്പാരെ പറഞ്ഞില്ല, നമ്മൾ തനിയെ തിരുത്തിയതാണത്. അപ്പു മിഞ്ഞുമിഞ്ഞി ഇങ്ങനെയൊക്കെ പറയട്ടെ കുട്ടികൾ. അത് കുറച്ച് ചെയ്യുമ്പോൾ മാറും. ആ കുട്ടി പിച്ചവക്കലും ചെയ്യുമ്പോൾ മാറുമല്ലോ. ഓടൂലേ, ഭാഷ നേരാവും. അപ്പൊ ഇതുവരെ ആരും തിരുത്തിയിട്ടില്ല. എന്നിട്ട് തിരുത്തപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആദ്യം തന്നെ കൊല്ലത്തെ ഭാഷയിലേ പറഞ്ഞ് മുണ്ടാതെങ്കോളി ചങ്ങായിമാരെ. എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് അത് പഠിപ്പിച്ച് ഇത് പഠിപ്പിച്ച് ഇവനക്ക് കുല്ലൊന്നായത് കൂടി നേരെ കോതാൻ കുട്ടിയില്ല. കുട്ടി ഒരു ജ്യൂസ് ഒന്നായിട്ട് ഓദിപ്പിക്ക് ഇപ്പതാക്കിക്ക് 40 വയസ്സ് കഴിയട്ടെ. അപ്പോഴേക്കും വാർദ്ധക്യമാവും ആ കുട്ടിയുടെ ഓർമ്മ. മന്ദന്മാരുടെ ലോകം ഇതാ വരാനിരിക്കുന്നു. ഞാനൊരു മുന്നറിയിപ്പ് നൽകുന്നവനല്ല, ചിന്തിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. മുന്നറിയിപ്പ് നൽകാൻ എനിക്കറിയില്ല. അഖിൽ ഹയൂലാനിക്ക് ഇതെല്ലാം കൂടി വെച്ച് കെട്ടി ആ അഖിൽ ഹയൂലാനിയെ കൊണ്ട് മുഴുവൻ ചെയ്യിപ്പിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ബലഗ സബിയു മുർസബിയ ഇദാ ബലഗ 7 സിനീൻ ബിസ്സലാ. 7 വയസ്സാവുമ്പോൾ നിസ്കാരം പറയുന്നവൻ മുത്ത് റസൂലുള്ളാഹി 7 എന്ന് പറഞ്ഞെങ്കിൽ സമൂഹമേ ഇത്ര വലിയൊരു ശാസ്ത്രം വേറെ ഇല്ല. ബോധം വേണം നമുക്ക്. അടിക്കലെപ്പോഴാണ് വഇദാ ബലഗ 10 സിനീൻ ഫദ്രിബു അലൈഹാ. ഏറ്റവും ഫൗണ്ടേഷനായ നിസ്കാരം അങ്ങനെയാണെങ്കിൽ ബാക്കി മുഴുവനും അങ്ങനെയാണ്. ഇത് അയിമത്ത് പറഞ്ഞ എന്റെ വകയല്ല. ഇത് വെച്ചാണ് നോമ്പെടുത്തത്, ഇത് വെച്ചാണ് മറ്റു കാര്യങ്ങൾ മുഴുവനും അയിമത്ത് പറഞ്ഞത്. ഏറിപ്പോയാൽ 5 വയസ്സാകുമ്പോ അങ്ങനെ 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 ചെറിയ നിലക്കൊക്കെ 4 കൂട്ടി വായനകളും അതുപോലെ തന്നെ ഇന്തിലാമുള്ള ഖുർആൻ പോലുള്ള ദുആ പോലുള്ള ഇതൊന്നും ആ കുട്ടിയെ കൊണ്ട് ലറബ എന്നുള്ളത് ഒരു ഏകപദമാണ്. ലറബ ചെയ്യുന്ന ഏകപദമല്ല, അതൊരു കൂട്ടിച്ചേർക്കല. ഒരു പാട്ട് അങ്ങനെയുമല്ല. അത് വലിയ ഗൗരവത്തിലേക്ക് എത്തുന്നു ഉറപ്പ. അല്ലാഹ് കണ്ട പാട് ചെയ്തോ, അൽഹംദുലില്ലാ, നല്ലത് തന്നെ. ഖുർആനല്ലേ ഹദീസല്ലേ ചെയ്ത്. എന്തിനാ നമ്മൾ പറഞ്ഞത്? കുട്ടി. അപ്പൊ ഈ കുഞ്ഞുമോൻ ഇങ്ങനെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് കുഞ്ഞുമോൻ വന്നിട്ട് അപ്പൊ സ്ത്രീ കൊടുന്ന് കളിച്ചു കാണ ഒരൊറ്റ അടിയ ബാപ്പ ചെയ്യരുത്. ബാപ്പ അടിച്ചപ്പോ മുത്തുനബി പറഞ്ഞില്ല, ആ കുഞ്ഞൻ അടിക്കല്ലേ, മണ്ണ് കളിച്ചിരുന്ന കുട്ടികളെ അടിക്കരുത്. മണ്ണ് കുട്ടികൾക്ക് വസന്തകാലമാണ് കേട്ടോ. എന്തൊരു പ്രയോഗമാണ് അല്ലാഹ്. അപ്പൊ അതിരിക്കട്ടെ, കുട്ടികൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. കുട്ടികളോടെ പോന്നൊന്നും പറയാൻ പാടില്ല. വാന്നറിയും